ഹായ് ഫ്രണ്ട്, അപ്പോൾ ഇതാണ് നമ്മുടെ DJIയുടെ മിനി 3 പ്രോ. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോണാണിത്. വളരെ സ്ലിമ്മും വളരെ വെയ്റ്റ്ലെസ്സുമാണ്. ഇത് 240 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. അപ്പോൾ അതായത് ഫോൾഡബിൾ രീതിയിൽ ഏറ്റവും വെയിറ്റ് കുറച്ച് നല്ല ക്ലാരിറ്റിയും അതുപോലെ എല്ലാ ഒരു ഫീച്ചേഴ്സോടു കൂടി. ഇതിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയത്തക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ. അതായത് അതിൻ്റെ RC വിത്ത് ഡിസ്പ്ലേയും കൂടെ കൂടിയാണ്. കാരണം നമ്മൾ മൊബൈലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ചേഞ്ചസ് വരുത്തിയേക്കണേ. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ ഡ്രോൺ. അടിപൊളി, നല്ല വെയിറ്റ് കുറവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് അടിപൊളിയാണ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയാണ് RC വിത്ത് സ്ക്രീനാണ്. നമുക്ക് തേർഡ് പാർട്ടി മൊബൈൽസോ അങ്ങനെയുള്ള സ്ക്രീൻസ് ഒന്നും ഉപയോഗിക്കേണ്ട നല്ല അടിപൊളി ഒരു സ്ക്രീനാണ് ഇതിനകത്ത് വന്നേക്കണേ. നല്ല റെസൊല്യൂഷനൊക്കെ ഉണ്ട്. അതുപോലെ ഇൻബിൽറ്റ് വയർലെസ് ആൻറ്റണ കാര്യങ്ങളൊക്കെ അതിൽ തന്നെയുണ്ട്. കുറേ സ്വിച്ചുകളൊക്കെ അഡീഷണൽ വന്നുണ്ട്, C1 C2 അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. അതായത് കസ്റ്റമൈസേഷൻ ബട്ടൺസാണ്. അതിൻ്റെ കൂടെയുള്ളൊരു ചാർജർ കേബിൾ മാത്രമേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ ഒരു സ്പെയർ ലീഫ് സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട് കമ്പനി. ലീഫ് ടൈറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവറെല്ലാം ഉണ്ട്. ഡ്രോണിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. അതൊരു സൈഡിലോട്ടാണ് ടിൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ചെറിയൊരു സ്പ്രിങ് ആക്ഷൻ ഫീൽ ചെയ്യും നമുക്ക്. പക്ഷേ നല്ല സ്ട്രോങ് ആണത്. ഫ്രണ്ടിലത്തെ രണ്ടാകുമ്പോൾ അങ്ങനെയാണ്. ബാക്കിലത്തെ ജസ്റ്റ് ബാക്കിലോട്ട് പുള്ള് ചെയ്താൽ മതി. അതുപോലെ തന്നെ എൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് 48 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ. 4K HDR അങ്ങനെ സിനിമാറ്റിക് സ്പോർട്സ് മോഡ് അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതാണ് അതിൻ്റെ ഡ്രോണിൻ്റെ അകത്ത് നമുക്ക് പരിചയപ്പെടാൻ. അതിനകത്ത് 2 സെൻസറുണ്ട്. ഉൾഭാഗത്ത് 2 സെൻസറുണ്ട്. ഫ്രണ്ടിൽ 2 വലിയ സെൻസറുണ്ട്. ബാക്കിൽ താഴെ അങ്ങനെ 4 സൈഡ് സെൻസറല്ല, ഫ്രണ്ടിൽ ബാക്കിൽ താഴെ അങ്ങനെ 3 സെൻസറാണുള്ളത്. ഇതാണ് അതിൻ്റെ ബാറ്ററി പാക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലെടുക്കാം. വളരെ വെയിറ്റ് കുറവാണ് അതിന്. 35 മിനിറ്റോളം ഇതിൻ്റെ ഫ്ലൈയിങ് ടൈം നമുക്ക് കിട്ടുന്നതാണ് ഈ ബാറ്ററിയിൽ. ഇതിനകത്ത് ഒരു ബാറ്ററിയാണ് ഈ കിറ്റിൽ വരുന്നത്. നമുക്ക് അഡീഷണൽ വേറെ ഓർഡർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബാഗ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഒരു കിറ്റായിട്ടാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു ക്യാമറ. ഇത് നമുക്ക് മൊബൈലിൽ കാണാവുന്ന രീതിയിൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ ഈ ക്യാമറ നമുക്ക് ടിൽറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ്. മൊബൈൽ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അതേ വെർട്ടിക്കൽ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയ സെൻസറാണ്, പക്ഷേ നല്ല ഒരു ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ കണ്ട റിവ്യൂസിലെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ ആ ഒരു USB പോർട്ട്, മെമ്മറി കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇതിൻ്റെ പുറകെ 2 മെമ്മറി കാർഡ് ഇടാം നമുക്ക്. നമ്മൾ ഡ്രോണിൻ്റെ അകത്ത് വിടാം, RCയിൽ വിടാം. ഡ്രോണിൻ്റെ അകത്താണ് മെയിൻ വീഡിയോ റെക്കോർഡാവുന്നത്. അത് ഡൗൺ സ്കെയിൽ ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന RCയിലോട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 12 കിലോമീറ്ററോളം നമുക്ക് ഇതിൻ്റെ അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വേറെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് 12 കിലോമീറ്റർ നമുക്കിത് ഫ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലോട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ഓരോ കൺട്രിയുടെ റൂൾസ് അനുസരിച്ചാണ് ഇതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ അതുപോലെ ഏരിയ ഒക്കെ നമുക്ക് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിലൂടെ നമ്മൾ നോക്കണം. ആ ഒരു കൺട്രി എത്രയാണ് പറഞ്ഞേക്കണേ അത് മാത്രമാണ് നമുക്ക് ആ ഏരിയയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നോർമലി 120 ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ്. അത്രയും ഹൈറ്റിലാണ് നമുക്കിത് പറത്താൻ പറ്റുള്ളൂ. കിലോമീറ്റർ നമ്മൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ചിലപ്പോൾ സാധനം പോകും. ബാറ്ററിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കണം. കിലോമീറ്റർ ഉണ്ട്, 12 കിലോമീറ്റർ പോകുന്നതാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. നമുക്കത് ഓൺ ചെയ്ത് നോക്കാം. എൻ്റെ ജോയ്സ്റ്റിക്ക് കണ്ടോ, അത് വളരെ സ്മൂത്താണ്. അങ്ങനെ ബാക്കിൽ ഹോൾഡ് ചെയ്ത് നമുക്ക് ഊരിയൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ ആ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ ഇത് ഊരി നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചിടുകയും ചെയ്യാം.
അതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിനകത്ത് സിനിമാറ്റിക് മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്, അതുപോലെ എച്ച് പോസ്, ഹോം പൊസിഷനിലോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും അണ്ടർ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ. ഓക്കെ, അതൊക്കെ സ്കിപ്പ് ചെയ്തുകൂടാ. നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. സെയിം ആൻഡ്രോയിഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ വൈഫൈ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുക. അതുവഴിയാണ് നമുക്കിതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അതിൻ്റെ സ്വിച്ച് നമുക്ക് അതിൻ്റെ ഒരു ലേണിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാം ഇതിൻ്റെ തുടക്കം തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഓൺ ചെയ്ത് വരുമ്പോൾ ആ ഒരു സ്വിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഫ്ലൈ ആപ്പ് ഇതിനകത്ത് ഇൻബിൽറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നതുകൊണ്ട് നമുക്ക് ഇതിന് വേറെ ഒന്നും ഇനി കണക്ട് ചെയ്യേണ്ടത്, നേരെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. അതിൻ്റെ ആ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റുമല്ലോ. ഇതൊക്കെ അതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഇത് ഓണായി വന്നിട്ട് നല്ല ക്ലാരിറ്റിയാണ് എൻ്റെ ഒരു വീഡിയോയ്ക്ക്. മൊബൈൽ സർവീസ്, GPS ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുറച്ച് നമ്മൾ വായിച്ച് നോക്കിയിട്ട് ചെയ്യണം. ഇനേബിൾ ചെയ്യേണ്ടതും ഡിസേബിൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഓൺ ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ലീവ്സ് എല്ലാം വയ്യൊന്ന് മൂവ് ചെയ്യും. അതിനുശേഷമാണ് അത് പെയർ ആവുന്നത്. ഓട്ടോമാറ്റിക് വൺസ് പെയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഓൺ ചെയ്യുമ്പോൾ തന്നെ പെയർ ആയിക്കോളത്, വേറെ ഒന്നും ചെയ്യേണ്ടത്. അതുപോലെ ആക്ടിവേഷൻ സക്സസ്ഫുള്ളി ഡൺ ആണ്. ഇത് നമ്മുടെ DJIയുടെ ആ ഒരു കെയറാണ്. അത് സാധനം മിസ്സിങ് ആയാലോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഡക്റ്റ് കെയറും എന്തെങ്കിലും ഡാമേജോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ വാറണ്ടി ആണ് ഈ സംഭവം. അത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് എടുക്കുന്നത് നല്ലതാണ്. കാരണം ഡ്രോൺ മിസ്സായി കഴിഞ്ഞാലോ ഡ്രോൺ ഡാമേജ് ആയി കഴിഞ്ഞാലോ ഇയർലി 3 times 1 time അങ്ങനെ അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്, പുതിയ ഡ്രോൺ കിട്ടുന്നതാണ്. ആൻഡ്രോയിഡിൻ്റെ ആ ഒരു ഫീച്ചറുകളാണ്. സ്റ്റോറേജ് കാര്യങ്ങൾ, അതിൻ്റെ കോമ്പസ്, സിസ്റ്റം സെറ്റിങ്സ് എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് നോക്കേണ്ടതാണ് ഇത് എവിടെയൊക്കെ പറത്താം, അതാണ് ഇതിനകത്ത് മെയിൻ നോക്കേണ്ടത്. റെസ്ട്രിക്റ്റഡ് സോൺസ് ഉണ്ട്, അലൗഡ് സോൺസ് ഉണ്ട്, അങ്ങനെ അതിൻ്റെ ആ കളർ കോഡിങ് ഉണ്ട്. അത് നോക്കിയിട്ട് വേണം അതെല്ലാം ചെയ്യാനായിട്ട്. ഇത് ഈ എയർക്രാഫ്റ്റ് നമ്മുടെ ഈ വിമാനത്താവളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ട് ഇത് പറത്തിക്കരുത്. അതുപോലെ അവർ അലവ് ചെയ്തേക്കണ കുറച്ച് കൺട്രികൾ, അലവ് ചെയ്തേക്കണ കുറച്ച് ഏരിയകളുണ്ട്, അവിടെ മാത്രമേ പറത്താവുള്ളൂ. ഇതാണ് സേഫ്റ്റിയുടെ. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മാക്സിമം ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ പോകാം, എത്ര കിലോമീറ്ററിൽ അത് നിർത്താം എന്നൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു വിൻഡോയാണിത്. പിന്നെ നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന ഓട്ടോ RTH നമ്മുടെ ആ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ആ ഒരു മീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫോളോ മോഡുണ്ട്, നമ്മുടെ ട്രാക്ക് ചെയ്തോളും. അതായത് നമ്മൾ ട്രാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ട്രാക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഫ്ലൈ ചെയ്ത് ബാക്കി ഇവിടെ വരും. അങ്ങനെ കുറച്ച് പുതിയ ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ ട്രാൻസ്മിഷനാണ് 2.4 GHz 5.8 GHz എല്ലാം അത് നെറ്റ്വർക്കിൽ കണക്റ്റ് ആക്കാം. പിന്നെ ഇത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് അതിൻ്റെ ആ ഒരു വിൻഡോ. ഇതിൻ്റെ ഫ്രണ്ട് കവർ ഇരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ക്വാളിറ്റി കുറവ്. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫ്രണ്ടിലത്തെ ആ ഒരു സേഫ്റ്റി കവർ മാറ്റണം. അതുപോലെ നമ്മളെപ്പോഴും സാറ്റലൈറ്റ് സിഗ്നൽ എപ്പോഴും ചെക്ക് ചെയ്യണം. സാറ്റലൈറ്റ് സിഗ്നൽ എപ്പോഴും ഒരു 30 to 31 അല്ലെങ്കിൽ അതിനോടടുത്തുള്ള സിഗ്നൽസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടേ നമ്മൾ ഫ്ലൈ ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ അണ്ടർ കൺട്രോളിലായിരിക്കും ഇതെല്ലാം.